ഒന്നിച്ചായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഒരു തിരുവചന വേദഭാഗം വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 139 സങ്കീർത്തനം അതിന്റെ 13 മുതൽ ചില വാക്യങ്ങൾ ദയവായി അറിയുന്നത് വായിക്കണം. 139 സങ്കീർത്തനം അതിന്റെ 13 വാക്യം. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാകപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്റെ കണ്ണ് എന്നെ കണ്ടു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സ്തോത്രം. ഈ പാട്ട് പാടാൻ ഉള്ളൊരു കാരണം, കഴിഞ്ഞ ദിവസം അലിൻ എന്ന് പറയുന്നതായ ഒരു കുഞ്ഞ്, ഏതാണ്ട് 9 മാസം പ്രായമായ കുഞ്ഞ്, നമ്മുടെ സമീപ പ്രദേശമാകുന്ന മല്ലപ്പള്ളി, അപകടം നടക്കുന്നത് വള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഒരു പിക്കപ്പ് ഡ്രൈവറാണ് അവരെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അദ്ദേഹം ആദ്യം നോക്കിയത് ആ കുഞ്ഞിന്റെ കാലിന്റെ അടിഭാഗം വെള്ളം ഇങ്ങനെ ചിരണ്ടി നോക്കി, കുഞ്ഞിന് അനക്കമുണ്ടോ ഇല്ലയോ. സ്തോത്രം. വീണ്ടും അതുമായി ഹോസ്പിറ്റലിൽ കടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കുഞ്ഞ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആ കുഞ്ഞ് മാറ്റപ്പെട്ടെങ്കിലും താൻ ഇന്ന് 5 പേരിലൂടെ എന്ത് ജീവിക്കുക. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന സാധു കൊച്ചു കുഞ്ഞുപദേശി തന്റെ ഓമന പൈതൽ മരിച്ചപ്പോൾ ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് പാടിയ പാട്ടാണ് ദുഃഖത്തിന്റെ പാനാപാത്രം. അപ്പോൾ ആ പാട്ട് പാടി താൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയും ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു. ഇന്ന് പകൽക്കാലം ഞാൻ അൽബിന്ന് പറയുന്നതായ ആ കുഞ്ഞിന്റെ മാതാപിതാക്കന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അവർ 2 പേരും ഒരുമനപ്പെട്ട് അവരുടെ പേരൻസ് മദറേഴ്സ് അവരെല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്തു, ഇത് ദാനം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു. അത് ചെയ്തു. എന്നാൽ ഇന്ന് ഏതാണ്ട് 3 മണിക്കാണ് അതിന്റെ അടക്കം നടക്കുന്നത്. സ്തോത്രം. കേരളത്തിന്റെ ബഹുമതിയോട് കൂടിയാ എന്ത് ചെയ്ത കുഞ്ഞിനെ അടക്കം ചെയ്യുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഒരു കുഞ്ഞ് ഭൂമിയിൽ പൂജാതൻ ആകുന്നതിന് മുന്നമേ അവനെ കുറിച്ചുള്ളതായ നിർണയം പ്രസ്താവിച്ചുകൊണ്ട് തന്നെയാ അവനെ ദൈവം ഭൂമിയിലേക്ക് ആക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ സങ്കീർത്തന വേദഭാഗം ഞാൻ വായിച്ചത്. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചേ. നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. സ്തോത്രം. അടുത്തത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. സ്തോത്രം. കണ്ടോ? അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് വളരെ വലുതാ. സ്തോത്രം. കാരണം ഏതിനിൽ വെച്ച് സ്തോത്രം ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ സൃഷ്ടിക്കേണ്ടതിന്, സ്തോത്രം, ഒരു പുരുഷനെ സൃഷ്ടിക്കേണ്ടതിന് അവൻ മണ്ണ് എടുത്ത് മെനഞ്ഞ് ദൈവത്തിന്റെ സ്വന്തം ജീവശ്വാസം അവന്റെ മൂക്കിലൂതി അവൻ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് നിന്നു എന്ന കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിയുന്നെങ്കിൽ അത് ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുക.
പലപ്പോഴും നമ്മുടേതായ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ എന്താണെന്നും ദൈവം എന്താണെന്നും വ്യക്തമായി മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് ദൈവ സ്നേഹത്തിൽ നിന്ന് നാം അകന്ന് മാറുന്നതായി കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവം എല്ലാ വ്യക്തികളെയും അവന്റെ അരികിലേക്ക്, അവന്റെ സമീപത്തേക്ക്, അവന്റെ ആലയത്തിലേക്ക് ക്ഷണിക്കുക. നീ വാ. സ്തോത്രം. ഈ ശബ്ദം കേട്ടാലും ഇന്ന് ലോകത്തിൽ അനേകരും ക്രിസ്തുവിനോട് ചേർന്ന് വരുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളാണ് എന്ത്? തലമുറകൾ. സ്തോത്രം. അവരുടെ ജനനം തൊട്ട് നമ്മുടെ ഓരോരുത്തരെ മരണം വരെയും നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സ്തോത്രം. കാരണം ഒരു ചെറിയ ജലദോഷം ഉണ്ടായാൽ, ഒരു പ്രയാസം ഉണ്ടായാൽ, കുഞ്ഞൊന്ന് വീണാൽ ആദ്യം എന്റെ ദൈവമേന്നാ മാതാപിതാക്കൾ വിളിക്കുന്നത്. എന്റെ ദൈവമേന്ന്. എന്തുകൊണ്ട് കുഞ്ഞെന്ന് വിളിക്കുന്നില്ല? കാരണം തന്നവൻ ദൈവമാണ് എന്ന് മാതാപിതാക്കന്മാർക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാ. സ്തോത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവത്തിന് നമ്മെ കുറിച്ച് എന്തുമാത്രം ഉത്തരവാദിത്വം ഉണ്ട് എന്ന് സ്വയമായി നാം തന്നെ ഒന്ന് ചിന്തിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാ, ദൈവം തരുന്ന ദാനമാ. ആ ദൈവം തരുന്ന ദാനത്തെ ആർക്ക് സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. ആ സമർപ്പണം ഇന്ന് പകൽക്കാലം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇനി അടുത്ത സെമിസ്റ്റർ വായിച്ചേ. ഭയങ്കരവും അതിശയകരവുമായി എന്തിരിക്കുന്നു? സൃഷ്ടിച്ചിരിക്കുക. കണ്ടോ? ഭയങ്കരവും അതിശയകരവുമായി. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആ വൈഭവം എത്ര വലുതാണെന്ന് ചിന്തിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കൈ നമുക്കൊരു അനുഗ്രഹമാണ്. ദൈവത്തിന്റെ കൈ നമുക്കൊരു നന്മയാണ്. ആ സ്നേഹ വാത്സല്യം നമുക്ക് വളരെ സന്തോഷമാണ്. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പത്യോപദേശത്തിൽ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? വളർത്തണം. ദൈവത്തിനും ദൈവസഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. നല്ല സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായി വളർത്തണം. സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായി വളരണമെങ്കിൽ മാതാപിതാക്കന്മാർക്ക് സാക്ഷ്യം ഉണ്ടാകണം. ആ സാക്ഷ്യം കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല തലമുറയെ മാതാപിതാക്കന്മാർക്ക് വാർത്തെടുത്ത് സമൂഹത്തിന് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെയുള്ളതായ കാഴ്ചപ്പാടുകൾ ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടാകണം. സ്തോത്രം. അപ്പോൾ ആ പ്രിയ കുഞ്ഞിന്റെ വേർപാട് നമ്മുടെ കേരളക്കരയെ ഒന്നിടയിൽ കണ്ണീർ ആഴ്ത്തിയ ഒരു സംഭവം. കണ്ടോ? ജനിച്ചു 9 മാസം കൊണ്ട് 5 ആത്മാക്കളെ അവരെന്ത് ചെയ്തു? നേടി. സ്തോത്രം. അപ്പൊ ആ കാഴ്ചപ്പാട് എത്ര വലുതാ ദൈവത്തിന്റെ. പാസ് ഓർമ്മപ്പെടുത്തിയതുപോലെ നാം ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും എന്ത് ചെയ്യണം. അത് ദൈവത്തിന് ചെയ്യുമ്പോൾ സമൂഹം അതെന്ത് ചെയ്യണം? അംഗീകരിക്കണം. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവേണം. അടുത്ത വാക്യം കണ്ടോ? അത്ഭുതവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആ സൃഷ്ടിയെ കണ്ടുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മുടെ തലമുറകളെ ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തിന് നന്ദി എന്ത് ചെയ്യുന്നു? പറയുക. കർത്താവേ, ആപത്തുകളിലോ അനർത്ഥങ്ങളിലോ രോഗദുഃഖങ്ങളോ ഒന്നും അകപ്പെടാതെ കണ്ട് എന്റെ കുഞ്ഞിനെ നീ സംരക്ഷിച്ചു കൊള്ളണമേ, നീ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്നാ? ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക. ലോക ജനതകൾ മറ്റൊരു മണ്ഡലത്തിലായിക്കൊണ്ടിരിക്കുക. ആ മണ്ഡലങ്ങളൊന്നും തകർന്നു പോകാതെ കണ്ട് നിന്റെ ഒരു സംരക്ഷണം
എന്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണമേ എന്ന മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കട്ടെ. ആ പ്രാർത്ഥനയുടെ മൂല്യങ്ങളാ പലപ്പോഴും ഒരു അനുഗ്രഹ പന്താവിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധ്യമായി തീരുന്നത്. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാ. കണ്ടോ, സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതകരമാണ്. നീ ഒരു പ്രതികൂലത്തിൽ അകപ്പെട്ടാൽ, ഒരു പ്രശ്നത്തിൽ നീ അകപ്പെട്ടാൽ, അത്ഭുതകരമായി നിന്നെ വിടുവിക്കുന്ന ദൈവം, അത്ഭുതകരമായി നിന്നെ രക്ഷിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ഉണ്ടാകണം. അത് എന്നിൽ തുടങ്ങണമെന്ന് പ്രാർത്ഥിക്കണം. ആ എന്റെ ഉള്ളം അത് നല്ലവണ്ണം അറിയുന്നു. ഒരു ആത്മീകന് മാത്രമേ ആ തിരിച്ചറിവുണ്ടാകത്തുള്ളൂ. എന്റെ ഉള്ളം നന്നായി അറിയുന്നു ദൈവം എന്നെ നടത്തുന്ന വിധങ്ങൾ, ദൈവം എന്നെ കൊണ്ടുപോകുന്ന മേഖലകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുക. സ്തോത്രം. ഒരു ചിന്തയും ഇല്ലാതെ കണ്ട് നടക്കുന്ന അബ്രഹാമിനെ വിളിച്ച ദൈവം അത്ഭുതകരമായി അബ്രഹാമിനെ വഴി നടത്തുക. അതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതാണ്. വിളിച്ചിരിക്കുന്നതിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജകീയ പുരോഹിത വർഗമെന്ന. അപ്പോൾ ആ ദൈവ പ്രവൃത്തി എന്നിലുണ്ട് എന്ന് നമുക്ക് സ്വയമായി ചിന്തിക്കണം. അത്ഭുതവും അതിശയകരമായി സൃഷ്ടിച്ച ദൈവം. അടുത്തത്, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാകപ്പെട്ടു, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ടു. കണ്ടോ, എന്റെ അസ്ഥികൂടം നിനക്ക് മറവായില്ല. അതുകൊണ്ടായിരിക്കാം എഗസ്കേൽ പ്രവചനത്തിൽ കിടക്കുന്നത്. എഗസ്കേൽ ചോദിക്കുന്നു, ഈ കിടക്കുന്ന അസ്ഥികൾ നീ എന്ത് ചെയ്യണം? പ്രവചിക്കണം. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഇത് നിനക്കറിയാം. കണ്ടോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാനവരാശിയെ സൃഷ്ടിച്ചിരിക്കുന്നതായ ഒരസ്ഥിക്ക് വരെയും മറവായി നിൽക്കാൻ കഴിയത്തില്ല. കാരണം സൃഷ്ടികർത്താവ് അത്രയും വലിയവനാണ്. സ്തോത്രം. ആ താഴ്വരയിൽ നിന്നുകൊണ്ട് എഗസ്കേൽ പറയുന്നു, ഇതിന്റെ യാഥാർത്ഥ്യത നിനക്ക് മാത്രം അറിയാം, പക്ഷെ നീ പറയുന്നത് ഞാൻ ചെയ്യാം. അവൻ പ്രവചിക്കുകയാണ്. ആ പ്രവചനത്തിൽ അകലെ കിടക്കുന്ന അസ്ഥികളെല്ലാം കൂടേണ്ടതുപോലെ കൂടുക. സ്തോത്രം. ഒരു ദേഹിയായി എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഒരു കാറ്റ് നമ്മുടെ മേൽ അടിക്കണം. അതൊരു അനുഗ്രഹത്തിന്റെ കാറ്റായിരിക്കണം. ഒരു വിടുതലിന്റെ കാറ്റായി മാറണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു രാത്രി കൊണ്ട് കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കലിനെ രണ്ടായി ഭാഗിച്ച് ഇസ്രായേൽ ജനത്തിനെ മറുകരയിൽ കടത്തിയതായ ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മെയും അത്ഭുതവും അതിശയകരമായി സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യിക്കാൻ കഴിയും. അതിന് സമർപ്പണം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ. ആ സമർപ്പണം ഉണ്ടെങ്കിൽ ജയോത്സവത്തോടെ ക്രിസ്തുവിനെ നയിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയും. കണ്ടോ, സ്തോത്രം. ദൈവത്തിന്റെ കണ്ണ് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സമുദ്രത്തിന്റെ അറ്റത്ത്, ഭൂമിയുടെ അറ്റത്ത് നീ പോയിരുന്നാലും എന്റെ കണ്ണ് നിന്നെ കാണും. അപ്പോൾ ദൈവത്തിന്റെ കണ്ണിനെ മറച്ച് ആർക്കും ഒരിടത്തും പോകുവാൻ സാധ്യമല്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കാം. അപ്പോൾ ഈ വചനത്തിന്റെ കാഴ്ചപ്പാടോട് കൂടി നമുക്ക് മുന്നേറുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മെ അവിടെ ഇടയാക്കണം. ഞാൻ ഊന്നൽ കൊടുത്ത ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ, ജനിപ്പാനിരിക്കുന്നതും ജനിച്ചിരിക്കുന്നതും വളരുന്നതുമായ ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കന്മാർ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവേ, ആപത്തുകളോ അനർത്ഥങ്ങളോ അപകടങ്ങളോ ഒന്നും നേരിടാതെ കണ്ട് നിന്റെ രക്തത്താലും നിന്റെ വചനത്താലും സംരക്ഷിച്ചു കൊള്ളണം എന്ന് യഥാർത്ഥ പ്രാർത്ഥനയ്ക്ക് മൂല്യം കൊടുക്കുന്നവരായി തീരണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കിനെ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.